നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശക്തമായ കാറ്റാണ്. വേനൽ കനക്കാനുള്ള ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു. ഭയങ്കര ശക്തമായിട്ട് കാറ്റടിക്കുന്നുണ്ട്, മഴമൂടലുമുണ്ട്. അപ്പം മോൾ സ്കൂളിലൊക്കെ പോയി ഞാനും മോളമ്മയും കൂടെ സിറ്റി വരെ ഒന്ന് പോവുകയാണ്. നമുക്ക് 2 ഗസ്റ്റുകളുണ്ട്. ഗസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഒരാളെ പരിചയമുള്ളതാണ് കേട്ടോ, എല്ലാവർക്കും പരിചയമുള്ളതാണ്. അപ്പോൾ അവർ UK നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അവർ വരുന്നതിന് മുന്നോടിയായിട്ട് കുറേ ഒരുക്കങ്ങളെല്ലാം തയ്യാറുകൾ എല്ലാം ചെയ്യാനുണ്ട്. കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്, അവർക്ക് കൊണ്ടുപോകാനായിട്ടും മറ്റുമായിട്ട് കുറേ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാനുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നല്ലൊരു വീഡിയോ ആയിരിക്കും. കുട്ടേട്ടൻ രാവിലെ മുളകെല്ലാം വെയിലത്തോട്ടിട്ടിട്ടുണ്ട് കേട്ടോ. ഇന്നലെ പറിച്ച മുളകാണ് ഈ പച്ചനെറ്റ കിടക്കുന്നത്. അതിൻ്റെ അപ്പുറത്തും ഇച്ചിരി കിടപ്പുണ്ട്. അത് 2 ദിവസം മുമ്പ് പറിച്ചതാണ്. അത് ഏകദേശം ഇന്നും കൊണ്ട് ഉണങ്ങേണ്ടതായിരുന്നു, പക്ഷേ വെയിലില്ല, നല്ല കാറ്റായതുകൊണ്ട് ഉണങ്ങും അല്ലേ. അപ്പം കുറച്ചുകൂടെ പറിക്കാനുണ്ട് നമുക്ക്. ഓരോ സെക്ഷനായിട്ട് തിരിഞ്ഞ് പറിക്കും. അപ്പം നമ്മുടെ കുരുമുളക് തന്നെ വേണമെന്നും പറഞ്ഞ് കുറേ ഓർഡർ വന്നു. അതെ, നമ്മൾ കടയിൽ നിന്ന് എടുക്കുന്നത് വേണ്ട, നമ്മുടേത് തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഒരുപാടൊന്നും കൊടുക്കാനൊന്നുമില്ല. ഉള്ളത് ചോദിക്കുന്നവർക്ക് ഉണങ്ങി കൊടുക്കുന്നുണ്ട്. കുറച്ച് നമുക്കും വെക്കണം. ഒരു 2-3 കിലോയെങ്കിലും നമുക്ക് വേണം. പൊന്നൂനൊക്കെ ഇച്ചിരി കൊടുത്തു വിടണ്ടേ. ഒരു വർഷത്തെ നമുക്ക് 3 കിലോയെങ്കിലും വേണം. അപ്പം കുറേ പേര് ഓർഡർ തന്നിട്ടുണ്ട്. അവർക്കെല്ലാം വേണ്ടി ഞാൻ പറിച്ചെല്ലാം ഇട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ കാറ്റും മഴമൂടലും ഒക്കെ ഉള്ളതുകൊണ്ട് ഉണങ്ങാനായിട്ട് ഇഷ്ടം താമസിക്കും. പിന്നെ കുറേ സാധനങ്ങൾ ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ സിറ്റിക്ക് പോയിട്ട് വന്നിട്ട് കാണിക്കാം. ഒത്തിരി പേര് ആവശ്യപ്പെടുന്ന കുറേ ഐറ്റം സാധനങ്ങൾ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ സിറ്റിക്ക് പോയിട്ട് വന്നിട്ട് നേരെ കാണിക്കാം. അല്ലേ, സിറ്റി നമ്മളെ കാത്ത് ഒരു ചേട്ടൻ നിൽപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഒത്തിരി നേരം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ഉപ്പാറെ പോയിട്ട് ചെയ്യാനുണ്ട്. അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ഒക്കെ ആയിരിക്കും. അന്നേരം നമ്മുടെ മുളകൊക്കെ ഇവിടെ കിടക്കട്ടെ. അപ്പം ഞാനും മുളമയും കൂടെ സിറ്റിക്കൊക്കെ പോയി എല്ലാ സാധനങ്ങളും മേടിച്ചു. ഒരു മാസത്തേക്കുള്ള നമ്മുടെ സാധനങ്ങളെല്ലാം മേടിച്ചു. പിന്നെ പറഞ്ഞല്ലോ, UK നിന്ന് നമുക്ക് 2 മക്കൾ വരുന്നുണ്ട്. അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ഭയങ്കര തിരക്കുള്ള ടീമുകളാണ് ഇവർ 2 പേരും. നമ്മൾ പിന്നെ ദുബായിക്ക് പോയപ്പോൾ അവർ അവിടുത്തെ UK നിന്ന് ദുബായിൽ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ 2 വീഡിയോയ്ക്കകത്ത് പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും അവർ രാവിലെ ഒരു 9 ആകുമ്പോഴത്തേക്ക് വരുമായിരുന്നു. അതെ, അപ്പം നല്ല തിരക്ക് പിടിച്ച സമയത്താണെങ്കിലും അവർ നമ്മളെ കാണാൻ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ആകാംക്ഷ തന്നെയാണ്. പിന്നെ മാളുകുട്ടി സ്കൂളിലൊക്കെ പോയിട്ട് അവർക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അവളൂടെ വന്നിട്ട് ഇച്ചിരി എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കാം എന്ന് പറഞ്ഞു. കാരണം അല്ലെങ്കിൽ മോളമ്മയോ ഞാനോ ഒറ്റയ്ക്കായി പോകും. അപ്പം കൊച്ചും കൂടെ വന്നിട്ട് വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ കുറേ പരിപാടികളുണ്ട്. കുറേ പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിള്ളേർ വരുന്നവർക്ക് കൊണ്ടുപോകാനായിട്ട് കുറേ സാധനങ്ങൾ പാക്ക് ചെയ്യാം. അവര് ഇപ്പം 2 പ്രാവശ്യം കുറേശ്ശെ സാധനം അല്ലേ, 2 പ്രാവശ്യമായിട്ട് ഇപ്പം അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഒരു വർഷത്തേനുള്ളത് കളക്ട് ചെയ്തോണ്ട് അവർ പോകുന്നത്. ഒരു വർഷത്തേനല്ല, അവരൊരു വർഷത്തിൽ 3-4 പ്രാവശ്യം അപ്പോഴൊക്കെ മേടിച്ചോണ്ടങ്ങ് പോകും. 3 മാസത്തേക്കൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ആയിട്ടാ പോകും. അപ്പൊ ഈ പ്രാവശ്യം കുറേ സാധനങ്ങളുണ്ട് അവർക്ക് കൊടുത്തുകൂടെ. അപ്പൊ അതെല്ലാം ഇനി പാക്ക് ചെയ്യണം. അവര് വരുമ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ അമ്മയുടെ ഇറച്ചിയുടെ കറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ അത് സെറ്റ് ചെയ്യണം. പിന്നെ അവര് മേടിച്ചോണ്ട് പോകുന്ന സാധനം അവർക്ക് തന്നെയല്ല കേട്ടോ, UK-യിലുള്ള അവരുടെ ഫ്രണ്ട്സിനും കൂടെ കൊടുക്കാനെന്ന് അവർ പറഞ്ഞത്. എന്നിട്ട് അവര് കൂടുതൽ സാധനം മേടിച്ചോണ്ട് പോകുന്നുണ്ട് കൂട്ടുകാർക്കെല്ലാം കൊടുക്കാനായിട്ടേ. അവർക്കെല്ലാം കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇനി പോയിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് കൂടെ ഉള്ളത് മേടിച്ചോണ്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് വേറെ സാധനത്തിന്റെ ഓർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ മക്കൾ വരുമ്പോഴത്തേന് അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ അവർ ഷെയർ ചെയ്യും. നാട്ടിൽ പോയിട്ട് വരുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം. അതായത് ഞാൻ ഇവിടുന്ന് പോയപ്പോ, ഞാൻ ദുബായിക്ക് പോയപ്പോ കുറച്ച് സാധനമൊക്കെ കൊണ്ടുപോയില്ലേ, കേക്കും അതൊക്കെ അവിടെ എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്താ. ഇദ്ദേഹത്തുള്ളവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നാട്ടിൽ വന്നിട്ട് ആര് പോന്നു അവർ പിന്നെ തിരിച്ച് ഇങ്ങോട്ട് അവിടുന്ന് ഇങ്ങോട്ട് അവർ പോയി 3-4 വെട്ടി തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ അതുപോലെ വെട്ടി കാണും. എല്ലാ കൂട്ടം മേടിച്ച് പറക്കി അങ്ങോട്ട് കൊണ്ടുപോകും. നമ്മൾ ദുബായിക്ക് പോയപ്പോൾ മുനീറക്കാന്ന് പറഞ്ഞ ഒരു ഇക്ക ഉണ്ടായിരുന്നു. ആ ഇക്ക ഏത്തക്കൊല വരെ കൊണ്ടുവന്നുള്ള പഴം. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ നമുക്കും തന്നു. മുനീർക്ക വന്നപ്പം തൊട്ടടുത്ത റൂമിലാണ് ഇക്ക വന്നപ്പോൾ അവിടെ ഉള്ളവർക്കെല്ലാം വൈകിട്ട് വന്ന് നമ്മുടെ ഡോറെ മുട്ടി സുധിയെ എന്ന് വിളിച്ചിട്ട് പുള്ളി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഐറ്റങ്ങളെല്ലാം കൂടെ ഒരു പാക്കറ്റാക്കി എല്ലാ സാധനം. നമുക്കറിയത്തില്ലല്ലോ, നമുക്ക് ആളെ അറിയത്തില്ലല്ലോ. എന്നാൽ ഞാൻ പൊന്നിനോട് പറഞ്ഞു, ഒരു ചേട്ടൻ കൊണ്ടുവന്ന് കുറെ സാധനങ്ങളെല്ലാം തന്നിട്ടുണ്ട്. എന്നാലും എന്നോട് പറഞ്ഞു അത് മുനീർക്കായാണ്, നാട്ടിൽ പോയിട്ട് വന്നതെന്ന്. പുള്ളിയുടെ വീട് കോഴിക്കോടങ്ങാണോ, കോഴിക്കോട് ഭാഗത്താണ്. പുള്ളി ഇപ്പോഴും ഉണ്ട് അവിടെ കേട്ടോ, ഇവിടുത്തെ ബസ് ഡ്രൈവർ. അപ്പോൾ അങ്ങനെ കുറേ നല്ല ബന്ധങ്ങളും നല്ല സുഹൃത്തുക്കളും ഒക്കെ ഉണ്ട് വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാലും. അപ്പം ഈ വരുന്ന പിള്ളേരെ നമുക്ക്
നല്ല രീതിയിൽ ഒന്ന് സ്വീകരിക്കണം, അടിപൊളിയാക്കണം. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് നമ്മൾ പിന്നെ അവിടെ പോയിട്ട് കുട്ടവഞ്ചിയിലൊക്കെ അവിടെയൊക്കെ പോയി. എന്നാലും സയൻ മാത്രമേ ഉള്ളായിരുന്നു, മോൻ മാത്രമേ വന്നുള്ളൂ. മോക്ക് ലീവില്ലായിരുന്നു. ഇപ്രാവശ്യം അവള് വരുന്നുണ്ട്. അവളും ഞാനുമായിരുന്നു ദോസ്ത്. അതെ അതെ. അത് തന്നെയല്ല, അവള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നമ്മൾ ആ മുറി പണിതായിരുന്നു. ചേച്ചി വന്നപ്പോ മുറി പണിതിട്ടുണ്ടായിരുന്നോ? ഇല്ലായിരുന്നു അല്ലേ? ഇല്ല, മുറി പണിത് കഴിഞ്ഞിട്ട് മോള് വന്നില്ല. അപ്പൊ അത് ഞാൻ പറഞ്ഞായിരുന്നു, പൊന്നൂനും മോക്കും കൂടെ വേണ്ടിയിട്ടായി റൂമെന്നൊക്കെ പറഞ്ഞു. ഇനി നിങ്ങൾ വരുമ്പോൾ ഇവിടെ ഈ റൂമിനകത്ത് താമസിക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർ തങ്ങുകയല്ല കേട്ടോ, തങ്ങാനുള്ള ഇതൊന്നുമില്ല. ഇല്ല എന്ന് പറഞ്ഞു. ഭയങ്കര തിരക്കാന്ന് പറഞ്ഞു. 15 ദിവസം കണ്ട ലീവ് ഒക്കെ ഉള്ളെന്ന് പറഞ്ഞു കേട്ടോ. അവര് വന്നു കഴിഞ്ഞാൽ അങ്ങനെ യാത്ര. ഇപ്പം ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയ സമയം ഇവിടെ വന്നിട്ട് കൊച്ചി വന്നിട്ട് ഡൽഹിക്ക് പോയി. ഡൽഹി ഇപ്പോൾ 2 ദിവസം ഡൽഹിയിലായിരുന്നു. ചിന്നമ്മ ഞാൻ വിളിച്ചപ്പം ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് കൊച്ചിക്ക് വരുന്നു. രാത്രി 10 മണിയൊക്കെ ആവും. അപ്പൊ നാളെ എപ്പോ വരുമെന്ന് അറിയത്തില്ല. എന്നാലും 9 മണിക്ക് മുമ്പായിട്ട് ഇവിടെ വരുമായിരിക്കും. 9 മണിക്ക് മുന്നേ വരുമെന്നാ പറഞ്ഞ എന്നോട്. ഞാൻ പറഞ്ഞാൽ ഇത്രയും തിരക്കിനിടയ്ക്ക് അതുങ്ങൾക്കാണ് യാത്ര ചെയ്ത് നിങ്ങൾ മടുത്തു. എങ്കിൽ പോലും ഇടുക്കിയില് ഈ മുക്കി കിടക്കുന്നവരെ കാണാൻ വരിക എന്ന് പറഞ്ഞാൽ നമ്മളെ കാണാൻ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തന്നെയാണ്. അവരുടെ ശരീരത്തിന്റെ ക്ഷീണമൊക്കെ മാറ്റി വെച്ച് നമ്മളെ കാണാൻ വരിക, തിരക്കിനിടയ്ക്ക് വരിക, അതൊക്കെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അവര് നമ്മളെ പൊന്നൂനെയും മോനൂനെയും മോളെയും സഹോദരങ്ങളായിട്ടും ഞങ്ങളെ അച്ഛനും അമ്മയായിട്ട് തന്നെയാണ് കണക്കുകൂട്ടിയത്. അവരുടെ ആ ഇടപെടൽ കാണുമ്പോൾ അറിയാം. അതുപോലെ തന്നെ നല്ല ദൈവവിശ്വാസമുള്ള മക്കളാണ്. നമ്മുടെ കൂടെ പള്ളിക്ക് ഒരു പ്രാവശ്യം തിരികെത്തിക്കാൻ പള്ളിക്ക് 2 തവണ വന്നതാ. അത് നമ്മൾ എവിടെ വിളിച്ചാലും വരും. 2 തവണ വന്നു. അതുപോലെ തന്നെ ലൂസിഫർ പള്ളി പോയി കണ്ടു. പിന്നെ എവിടെയാ നമ്മളൊന്നും കോട്ടവഞ്ച് കാണാൻ പോയി. എല്ലായിടവും ഇവിടെ വന്നാല് നമ്മളെ പുറത്ത് കൊണ്ടുപോയി ഭക്ഷണം മേടിച്ചു തരണം, തൂക്കുവാലം കാണാൻ പോയി, കാഴ്ചകളൊക്കെ കാണാൻ കൊണ്ടുപോകണം, വണ്ടിയെ കയറ്റി നമ്മളെ അതിലേതിലൊന്നും കറക്കണം. അതൊക്കെ അവരുടെ ഇഷ്ടം അതാണ്. നമ്മളീ പരിക്കാതിരിക്കുമല്ലേ, കുഞ്ഞുമൊക്കെ ആണെങ്കിൽ പുറത്ത്. ഇപ്പൊ ഇനിയിപ്പോ ശ്രീകോട്ടിനും കൂടെ അങ്ങോട്ട് പോയി. ഇനിയിപ്പോ നമ്മളീ പരിക്കാതെ തന്നെയെന്ന് അവർക്കറിയാം. അതുകൊണ്ട് പുറത്ത് കൊണ്ടുപോയി ഞങ്ങളെ എന്തോരം സന്തോഷിപ്പിക്കാവോ അത്ര സന്തോഷിപ്പിക്കാനാ അവര് നോക്കുന്നത്. നേരത്തെയൊക്കെ വരുമ്പം നമ്മളെ കട്ടപ്പനയ്ക്ക് കൊണ്ടുപോകാറുണ്ട്. ഒരു പ്രാവശ്യം ഞങ്ങള് കട്ടപ്പന ഒരു ബേക്കറിയിൽ ലബക്കട ഒരു ബേക്കറി കയറി ഇത് കൂട്ട് വട്ടയപ്പം കഴിക്കുന്ന കണ്ടപ്പം ആ വീഡിയോ കണ്ടു. നമ്മുടെ വീഡിയോ എല്ലാം കാണും രണ്ടുപേരും. അതാണ് ഏറ്റവും അതിനകത്ത് ഞങ്ങൾക്ക് ഇഷ്ടം. ഏത് വീഡിയോ ഇട്ടാലും അവർ സമയം കണ്ടെത്തി അത് കണ്ടിരിക്കും. അപ്പോൾ നമ്മൾ പിന്നെ വട്ടയപ്പം കഴിക്കുന്ന കണ്ടിട്ട് ആ കട കണ്ടിട്ട് ഇവിടെ വന്നപ്പോൾ പറഞ്ഞു നമുക്ക് ആ കടയിൽ പോയി വട്ടയപ്പം കഴിക്കാം. അപ്പൊ നമുക്ക് ആ കടയിൽ പോകാം, നമുക്ക് ഒരു ചായ ഒരു കടിയൊക്കെ കഴിക്കാം. വട്ടയപ്പം ഉണ്ടോ അവിടെ കിട്ടുമോ, അപ്പൊ നമുക്ക് പോയാലും കഴിച്ചു. എന്നിട്ട് വണ്ടി എടുത്തിട്ട് ഒരു പോക്കായിരുന്നു. അങ്ങനെ പോയി കഴിച്ചു. അതുപോലെ തന്നെ കട്ടപ്പന വലിയ ഹോട്ടലിലൊക്കെ നമ്മൾ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം വരുമ്പോൾ നമ്മുടെ ഉപ്പുതറയിൽ ഏറ്റവും മുന്തിയ ഒരു ഹോട്ടൽ വരുന്നുണ്ട്. ഒരുപാട് പൈസ മുടക്കി അടിപൊളിയായിട്ട് നല്ല മനോഹരമാക്കിയ ഒരു ഹോട്ടൽ. അതുപോലെ തന്നെ പാർക്കിംഗ് സൗകര്യവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതെല്ലാം അതിനെല്ലാം മണ്ണൊക്കെ എടുത്ത് മാറ്റി സെറ്റപ്പാണ്. 15-ാം തീയതി എങ്ങാണ്ടാണ് അതിൻ്റെ ഉദ്ഘാടനം. സിനിമാ നടി അനുസിത്താര നമ്മുടെ ഉപ്പുതറയിൽ വരുന്നുണ്ട് അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി ഞങ്ങൾ സയണോ UK നാട്ടിലും വരുമോ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് വരുമോ ഒക്കെ ചെയ്ത്, അല്ലെങ്കിൽ വലിയ നാട്ടിലും നമ്മളെ കാണാൻ വന്നാൽ നമ്മൾ കട്ടപ്പനയ്ക്കൊന്നും ഭക്ഷണം കഴിക്കാൻ പോകണ്ട. നല്ല ഹോട്ടൽ നമ്മുടെ ഉപ്പുതറയിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി ഈ പ്രാവശ്യം നടക്കുകയല്ല. ഈ പ്രാവശ്യം ഹോട്ടലിന്റെ പണിയൊക്കെ തീർന്ന് ഓപ്പൺ ആയി വരുന്നേ ഉള്ളൂ. എല്ലാത്തിനും സയണയൊക്കെ ആയിട്ട് നമുക്ക് സയണയും മോളയുമായിട്ട് നമുക്കൊന്ന് പോകായിരുന്നു. അപ്പം അത് അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് പോകണം. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചു വിശേഷങ്ങൾ. ഇനിയിപ്പം കുറേ സാധനങ്ങൾ പാക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് പാക്ക് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം പാക്ക് ചെയ്യണം. ഇതെല്ലാം അവർക്ക് കൊണ്ടുപോകാനുള്ള ഐറ്റങ്ങളാണ്. അപ്പോൾ നാളെ നേരം വിളിക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം പാക്ക് ചെയ്ത് എല്ലാം ഒട്ടിച്ച് റെഡിയാകും. പിന്നെ നമുക്ക് ഈ പ്രാവശ്യമുള്ള ഒരു എളുപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ്സ് ഒന്നും എഴുതുന്നുണ്ടോ, അത് ഇവർ നേരിട്ട് കൊണ്ടുപോകുന്നുണ്ടോ, അവർ വണ്ടിയും കൊണ്ട് വരുന്നു, അവർ കൊണ്ടുപോകുന്നു. അതല്ലെങ്കിൽ നമ്മൾ ബോക്സിനകത്താക്കിയിട്ട് അഡ്രസ്സ് എഴുതി അതെല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം. അപ്പോൾ ആ ഒരു എളുപ്പമുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, കുറേ ഇടിയിറച്ചിയുണ്ട്. ഇത് നമ്മുടെ ഇടിയിറച്ചി കേട്ടോ, നല്ലവണ്ണം വെയിലത്തിട്ട് ഉണങ്ങി വെച്ചേക്കുന്നതാണ്. ഇടിയിറച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിച്ചു കൂട്ടി തയ്യാർ ചെയ്ത ഇറച്ചിയല്ല. അങ്ങനെ നമ്മളെ ഇടിച്ച് വറുത്ത് എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് ഇടിച്ച് അതിൻ്റെ ഉള്ളിയും കറിവേപ്പിലയും എല്ലാം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കേടാവും. ഇത് നമുക്ക് എത്ര കാലം വേണേലും ഉപയോഗിക്കാം. ഇത് അവർ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവരുടെ ആവശ്യാനുസരണം ചുട്ടിട്ട് കല്ലേ വെച്ച് ഇടിച്ചെടുക്കുവോ, അല്ലെങ്കിൽ ചുട്ട് മിക്സിക്കകത്ത് അടിച്ചെടുക്കുവോ, അല്ലെങ്കിൽ വറുത്തിട്ട് എണ്ണയ്ക്കകത്തിട്ട് വറുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുവോ, ചതച്ചെടുക്കുവോ, കറി വെക്കുവോ ഒക്കെ ചെയ്യാം. ഒത്തിരി ഐറ്റങ്ങൾ ഉണ്ടാക്കാം. അപ്പം നമ്മൾ ഒത്തിരി വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ചില ആൾക്കാർ അറിയത്തില്ലാത്തവർ ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ച് കമന്റ് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇടിയിറച്ചി
വറക്കുന്നതും വറുത്തിരിക്കുന്നതും കാണിച്ചു, പിന്നെ കറി വെക്കുന്നതും കാണിച്ചു അല്ലേ. ഇനിയുണ്ട് ചുട്ട ഇടിക്കുന്നുണ്ട്. ചുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടുപ്പിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി തീക്കല്ലേൽ ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് അത് അരയിലെ നല്ലപോലെ ഇടിച്ച് അതിൻ്റെ കൂടെ ചുമന്നുള്ളി ഉണ്ടെങ്കിൽ ചുമന്നുള്ളി, പിന്നെ കാന്താരി ഉണ്ട്, കാന്താരിയോ പച്ചമുളകോ നമ്മുടെ ഇഷ്ടം പോലെ അതുകൂടെ വെച്ച് ഇടിച്ച് കറിവേപ്പിലയെ വിട്ട് പിന്നെ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ചുമ്മാ കഴിക്കാം. ഇടിച്ച് കഴിക്കാം. പിന്നെ ചുക്ക് കൊണ്ടുള്ള ഉപയോഗം എന്താണ് പപ്പാന്ന് ചോദിച്ചൊരു കമന്റ് കേൾക്കുന്നുണ്ട്. ചുക്ക് എന്ന് പറയുന്ന സാധനം കൊണ്ടുള്ള ഉപയോഗം എന്താ? ഞാനിത് കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ 50 കിലോ പച്ച എടുത്ത് ഞാൻ ചിരണ്ടി ഇത് ഉണങ്ങി വെച്ചു. കാരണം നമ്മളിത് കടയിൽ പോയിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടാനില്ല. ഇത് ജലദോഷം വരുമ്പോൾ ചുക്കുവെള്ളം ഉണ്ടാക്കാനായിട്ട് 2 കഷ്ണം എടുത്ത് ഇടിച്ച് ഇതും കുരുമുളകും ഒക്കെ കൂടെ ഇട്ടാണ്, ചില കാപ്പിപ്പൊടിയൊക്കെ ഇട്ടാണ് നമ്മൾ കഴിക്കുന്നത്. കുഞ്ഞുള്ളി, വെളുത്തുള്ളി ഒക്കെ ഇട്ട് തുളസിയില അതൊക്കെ ഇട്ട് ഇതെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ഇടാം. ഇതൊന്നും ഇല്ലെങ്കിലും ചുക്കും കുരുമുളക് പൊടി മാത്രം ഇട്ടും ചുക്കുവെള്ളം ഉണ്ടാക്കി കുടിക്കുന്നവരുണ്ട്. എല്ലാം ആയിട്ട് പിന്നെ ഉണ്ടെങ്കിൽ തുളസിയില, ചുവന്നുള്ളി, വെളുത്തുള്ളി ഇതെല്ലാം ഇടാം. ഇതെല്ലാം ഇട്ട് ചുക്കുവെള്ളം ഉണ്ടാക്കി കുടിക്കുക. അപ്പോൾ അതിന് വേണ്ടിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ പായസത്തിൽ എല്ലാത്തിലും ഇത് ചുക്കുപൊടി ഏറ്റവും ടേസ്റ്റാണ്. പായസത്തിൽ കഴിയുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇന്ന് ഞാനും മോളമ്മയും കൂടെ ഒരു കടയിൽ പോയപ്പോൾ ചുക്ക് ചെറിയ കൂടിനകത്ത് തൂക്കിയിട്ടേക്കുന്നതാണ്. 3 കഷണേ ഉള്ളൂ. 3 കഷ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പീസാണേ. ഒരു ഇത്രയേ ഉള്ളൂ മൊത്തം. ഇത്രയും 3 പീസ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കൂടിനകത്ത് തൂക്കിയിട്ടേക്കുന്നു. 25 രൂപ. അപ്പോൾ അങ്ങനെയാണ് ആൾക്കാരത് മേടിക്കുന്നത്. പക്ഷെ അത് ഞാൻ കണ്ടിട്ട് അത്ര സെറ്റപ്പ് അല്ല. കുറേ കാലമായതാണ്. ഇത് പെട്ടെന്ന് പൂപ്പലുണ്ടാവും. നല്ല ഉണക്കൊന്നും അല്ലെങ്കിൽ പൂപ്പലല്ല, കുത്തൽ വന്നത് പൊടിഞ്ഞു പോകും. അതിൻ്റെ ഗുണം നഷ്ടപ്പെടും. അപ്പോൾ ഇതൊക്കെ നമ്മൾ നല്ല കവറിനകത്ത് ഇപ്പോൾ നല്ല ഉണങ്ങിയത് കവറിനകത്ത് എടുത്ത് പാക്ക് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ അത് കേടാകരുത്. ഇത് പരിക്കാതെ കയറിയപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. ചുക്കിൻ്റെ നല്ലൊരു മണമാണ്. അപ്പോൾ ചുക്കിൻ്റെ ഉപയോഗം അതൊക്കെയാണ്. ഒരു കൊച്ച് കമലുണ്ടായിരുന്നു. ഞാൻ കണ്ടായിരുന്നു ചുക്ക് എന്നാ കൊണ്ടാ അപ്പ ഉണ്ടാക്കുന്നത്, അതിന്റെ ഉപയോഗം എന്നാന്നൊക്കെ ചോദിച്ചായിരുന്നു. പിന്നെ ഏലക്ക ഉണ്ട്. ഏലക്കായ്ക്കൊക്കെ ഇപ്പൊ ഭയങ്കര വിലയാട്ടോ. മഞ്ഞൾപ്പൊടി കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് നമ്മുടെ ഗ്രാമ്പു ഉണ്ട്. പിന്നെ കുരുമുളക്. ഇത് നമ്മുടെ കുരുമുളക് കേട്ടോ. ഇപ്പൊ വരുന്ന കൊച്ചിന് നമ്മളെ തന്നെ വേണമെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ കരിമുണ്ടയുടെ മുളക് കുറച്ച് ഉണങ്ങി ഇനി ഇരിപ്പുണ്ട്. ഉണങ്ങി ഇരിപ്പുണ്ട്. 5 കിലോ ഇരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം ഉണങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല കുടംപൊടി, നല്ല കുടംപൊടിയാണ്. ഒരു കഷ്ണം ഇട്ടാൽ മതി. 1 കിലോയ്ക്ക് 1 കഷ്ണം ഇട്ടാൽ മതി. 1-2 കഷ്ണമൊക്കെ കൂടുതലിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് എടുത്ത് മാറണം. കുരു മാറണം. പിന്നെ നമ്മുടെ ഇവിടുത്തെ കുരു ഒക്കെ കുത്തി കളഞ്ഞ് തമിഴ്നാട് പുളിയല്ല, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പുളി എന്ന് പറഞ്ഞാൽ കറുത്ത് കരി പോലെ. അത് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ കരി പോലെ. അതൊക്കെ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ ഇരുന്ന് പഴകി വരുന്ന സാധനം. ഇത് എല്ലാ വർഷവും നമ്മൾ കുത്തിയെടുക്കുന്ന തന്നാണ്ട് പുളിയാണ്. അത് നമ്മുടെ ഇഷ്ടം പോലെ കിട്ടാറുണ്ട് കേട്ടോ. വളം വേണം. അപ്പൊ ഇത്രയും ഐറ്റങ്ങളൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത്. പിന്നെ നമ്മുടെ കയ്യിൽ കൂവപ്പൊടിയുണ്ട്. ഇപ്പൊ കൂവപ്പൊടിയൊക്കെ എടുത്തോണ്ട് വന്ന് ഇന്നലെ കയറിപ്പോയി. പിന്നെ ചെറുതായി കിട്ടാനില്ല. ചെറുതായി ഇപ്പൊ 2-3 പേര് ഞങ്ങൾ കുറെ ഐറ്റങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ തുടങ്ങുമായിരുന്നു. കാണിക്കാം. ക്യാമറയൊക്കെ ഓണാക്കി മോളെ കാണിച്ചു കൊടുക്കും കേട്ടോ. അപ്പൊ ഇതൊക്കെ നാളെ ആരാ വരുന്നതെന്ന് ഞാൻ പറയാതെ അറിയാമല്ലോ. കൊണ്ടുപോവാൻ കുറെ സാധനങ്ങളുണ്ട്. വിളിച്ചായിരുന്നു. അവരെ ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റിന് കൊച്ചിക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കയറുന്നതിന് മുമ്പേ വിളിച്ചു. അപ്പൊ രാത്രി തന്നെ 10 മണിക്ക് മുമ്പേ കൊച്ചി വരും. അത് കഴിഞ്ഞ് വെളുപ്പിനെ 4 മണിയോട് കൂടി അവിടുന്ന് ഇങ്ങോട്ട് പോകും. അപ്പോൾ അവർക്ക് ഇത് പാക്ക് ചെയ്യാൻ തുടങ്ങുമായിരുന്നു. അതാ തന്നോട് ചോദിച്ചേ ഞങ്ങൾക്ക് ശകലം തിരക്കാണോ എന്നൊക്കെ ഞാൻ പറഞ്ഞത്. ഇതെല്ലാം ഓരോന്നോരോന്ന് പാക്ക് ചെയ്ത് വെക്കുവായിരുന്നു. കുരുമുളകൊക്കെ ഉണ്ട്. നമ്മുടെ കുരുമുളകൊക്കെ കൊടുത്തു. അത് വേണമെന്ന് പറഞ്ഞേ. ഇവിടെ ഹൈറേഞ്ചിലെ കുരുമുളക് എല്ലാം ഒന്നുപോലെയാണ്. നമ്മളെ എവിടെ നിർത്താനും. പിന്നെ മാളു പഠിക്കാനായിട്ട് കയറി. ഇരിയിറച്ചിയാണോ? അപ്പൊ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ?
എന്നാ ഉണ്ട് വിശേഷം? ഒത്തിരി നാളായാലും എല്ലാരെയും കണ്ടിട്ട്. തിരക്കായി പോയി അല്ലേ? എടോ ഒരു വീഡിയോ ഒക്കെ എടുത്ത് താടോ. എന്നും പണിയെടുക്കാൻ പോയിട്ട് കൊച്ചു മടുത്തിരിക്കുമ്പോ ഇനി വീഡിയോയുടെ കാര്യം കൂടെ പറയരുതേ. അവള് വല്ല ചീത്തയും വിളിച്ചു പറയും. അതെ അതെ. എന്നാ പരിപാടിയായിരുന്നു? ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയോ? ആ, കൊഞ്ച് കറി വെക്കാൻ പോകണോ? ആ ആ, ഇതെന്നെ കണ്ണൊക്കെ തിരുമുന്നേ? ഉറക്കം വരുവാണോ? ആഹാ. ആ ആ, കുടുക്കവയറൊക്കെ നിറഞ്ഞിരിക്കുവാ അല്ലേ? സിനിമ കാണാൻ പോകണോ? ഒരവധി കിട്ടി അന്നേരം സിനിമയ്ക്ക് പോവാണോ? അത് ശരി. ചേച്ചി എന്തിയേ? എന്നാ പറയും ചേച്ചി? ആ, ചേച്ചി പറയണോ? ചേച്ചിയോട് ഇടയ്ക്കൊക്കെ ഓരോന്ന് കഴിക്കാൻ പറ. അത് ശരി. നാളെ സൈൻചേട്ടനൊക്കെ വരും. ആണോ? ആ, എന്നാ വരുമ്പം വിളിക്കാവേ. നമുക്ക് എല്ലാവർക്കും കൂടെ കൂടി വർത്താനം പറയാം. തന്നെ വേണ്ടല്ലേ? എല്ലാരും കൂടെ കൂടുമ്പോൾ നിനക്ക് അസൂയാണോ? അതെ, പൊന്നും കൂടെ ഉണ്ടായിരുന്നേ മോനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല എന്നൊക്കെ സൈനും പറഞ്ഞായിരുന്നു. നിങ്ങളുടെ ഇല്ലാത്തോണ്ട് അവർക്കൊരു വിഷമമുണ്ട്. ഏ, അതെ അതെ, ആദ്യമായിട്ടാ വരുന്നേ. ആ, ചേച്ചി ഉള്ളോട്ട് കുഴപ്പമില്ല. ചേച്ചി കോമഡിയൊക്കെ അടിച്ചോളൂ. നാളെ തന്നെ പോകൂടി. നാളെ വൈകിട്ടത്തേനെ പോകും അവര്. അവർക്ക് തിരക്കാ. ആ, അവർക്ക് അടുത്ത ഞായറാഴ്ച തിരിച്ചു പോണെന്നാ പറഞ്ഞേ. ആണോ? നല്ല വീഡിയോ ആയിരുന്നോ? എടോ ഞാനാണോ എടുത്തത് ആ വീഡിയോ ഒക്കെ? മോശമല്ലോ. ചേച്ചിയുടെ ചിരി കേട്ടല്ലോ. ആണോ? പപ്പയുടെ പറച്ചിൽ കേട്ടിട്ടായിരിക്കും ചേച്ചിക്ക് ചിരി വന്നേ. ആണോ? മാളക്കുട്ടിക്ക് പരീക്ഷയും കാര്യങ്ങളും ഒക്കെ അല്ലേ? എല്ലാം കഴിയട്ടെ, എന്നിട്ട് പയ്യെ തുടങ്ങാം. ഈ ഒരു മാസം കൂടെ ഞങ്ങൾ തിരക്കിലാണേ. അടുത്ത മാസം തുടങ്ങി അടിപൊളി ഷോർട്സ് വരും. ആ, ആണോ? ആ, ചേച്ചിയോട് പറ ഞാൻ വരാന്ന് പറ. ഞാൻ വരട്ടേന്ന് ചോദിച്ചേ. പപ്പായെ മാളക്കുട്ടീനെയും പപ്പായ മാളക്കുട്ടിയൊക്കെ വിട്ടിട്ട് ഞാൻ തന്നെ വരാന്ന് പറ. എന്നാ ഞങ്ങൾ വീഡിയോ എടുക്കട്ടെ, പിന്നെ വിളിക്കാവേ. ആ, പോയി കറി വെക്ക. കൊഞ്ചി കറി വെക്ക. അപ്പൊ ശരി, നാളെ വിളി. ഓക്കെ. കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് പൊന്നുമൂദേവി വിളിച്ചു. അല്ല, പൊന്നു വിളിച്ചു. അവള് കേക്കണ്ട. പൊന്നു വിളിച്ചു. എന്നാലേ എടുത്തില്ലെങ്കിൽ അവള് കൂടുതൽ നമ്മളെ കഴിഞ്ഞ് തിരക്കുണ്ടാവും. കാരണം അവള് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് അവൾക്കൊരു സമയമുണ്ട്. ആ സമയത്ത് നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ എടുത്തില്ലെങ്കിലേ അവൾക്ക് സങ്കടം വരും. തന്നെ അവൾ ഇനിയിപ്പം സിനിമയ്ക്ക് പോകുന്നുണ്ട് അവള്. അപ്പൊ അതിന്റെ എല്ലാ സമയം ക്രമീകരിച്ചാണ് അവള് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ വാഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതേൻ കുറെ പേര് ഓർഡർ തന്നായിരുന്നു. ചെറുതേൻ കിട്ടാനില്ല. കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പൊക്കെ നമ്മൾ ഒത്തിരി പേർക്ക് അയച്ചു കൊടുത്തായിരുന്നു. അത് ഒറിജിനൽ ചെറുതേൻ തന്നെയായിരുന്നു. ഇപ്രാവശ്യം അവര് നമ്മളെടുക്കുന്ന പ്രസ്ഥാനത്തിൽ സാധനം ഇപ്പോൾ വരുന്നില്ല. അവർ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് വരുവാണെങ്കിൽ മാത്രമേ ചെറുതേൻ തരുള്ളൂ. ചെറുതേനാണെന്ന് പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും കലക്കി തന്നിട്ട് കാര്യമില്ല. അത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കൊച്ചു പിള്ളേർക്ക് മരുന്നായിട്ടും പ്രായമുള്ളവർക്ക് മരുന്നായിട്ടും ഒക്കെ ഉപയോഗിക്കാനുള്ള സാധനമാണ് ചെറുതേൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് പക്കായാണെങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കൂ. പിന്നെ വൻതേൻ കിട്ടാനുണ്ട്.
വെന്തേൻ നമ്മുടെ ഈ നല്ല ശുദ്ധമായ വെന്തേൻ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇതിലുള്ളത്. എല്ലാ ഐറ്റവും ഉണ്ട്, ഒരുമാതിരിപ്പെട്ട എല്ലാ ഐറ്റവും. പിന്നെ മോളമ്മയുടെ ഗരം മസാല സ്പെഷ്യൽ ഉണ്ട്. ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി. അതെ, അതൊക്കെ നീ എടുത്ത് വെക്കാനതാണ്. കാരണം മില്ലിൽ നിന്ന് പൊടിച്ചിട്ട് കൊണ്ട് വെച്ചിരുന്നുണ്ട്. നമ്മളിപ്പോ ഒരു 2 ബേസ് നിറച്ചും മല്ലിയും എരിവില്ലാത്ത മുളക് പൊടിയും പൊടിച്ച് അപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വെയിലത്ത് വെച്ച് ഉണക്കി റെഡിയാക്കി വെച്ചേക്കും. അതെല്ലാം ഇനി തണുത്ത് കഴിയുമ്പോൾ വേണം അത് പാക്ക് ചെയ്യാൻ. നമ്മൾ കൊടുത്തു വിടുന്ന സാധനങ്ങൾ പക്ക ആയിരിക്കണം. ഇപ്പൊ ഞാൻ തന്നെ ഇവിടുന്ന് പലർക്കും പല സാധനം അയച്ചിട്ട് അവർ പറഞ്ഞു നല്ല പാക്കിങ് ഇത് ആരായി ചെയ്തത്. കാരണം ഇതുപോലത്തെ പ്ലാസ്റ്റിക് കൂടിനകത്ത് വരുന്നത് ഞാൻ വേറൊരു ഷെമിക്കോട്ടിനകത്തോട്ട് ഇടും. നമ്മളിങ്ങനെ പാക്ക് ചെയ്തിട്ട് ഷെമിക്കോട്ടിനകത്തിട്ടിട്ട് പേപ്പറിൽ പൊടി, എന്നിട്ടാണ് എക്സ്പോർട്ട് വെട്ടിക്കകത്ത് കയറ്റുന്നത്. അപ്പോൾ കാരണം ഒരെണ്ണം പൊട്ടിയാലും നഷ്ടപ്പെട്ടു പോകരുത്. പിന്നെ നമ്മൾ ഇത് അയച്ചിട്ട് അവിടെ ചെന്ന് ഇത് പൊട്ടി പറഞ്ഞ് അത് പൊട്ടിപ്പോയെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കും ഒരു ബുദ്ധിമുട്ടാണ്. നല്ല വിലയും ആകും. കാരണം ഇതിപ്പോൾ പോസ്റ്റൽ വഴിയൊക്കെ അയക്കുമ്പോൾ അയക്കൂലി തന്നെ നല്ലൊരു ചിലവാണ്. പിന്നെ അത് റിട്ടേൺ അയക്കാന്നൊക്കെ പറഞ്ഞാൽ വലിയ പാടാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യമുള്ളവരെല്ലാം ഈ വക സാധനങ്ങളെല്ലാം ഉണ്ട്. ഇടിയിറച്ചി കഴിക്കാത്ത മലയാളികൾ കുറവായിരിക്കും, അറിയത്തില്ല. അങ്ങനെ ഇടിയിറച്ചി കഴിക്കാത്തവർക്കും ഇത് മേടിച്ച് ഉപയോഗിച്ച് നോക്കാം. 1/2 കിലോയോ 1/4 കിലോയോ ഒക്കെ മേടിച്ച് കഴിക്കാം. അപ്പോൾ അത് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരുപാടുണ്ട്. യൂട്യൂബിൽ ഇടിയിറച്ചി എന്ന് പറഞ്ഞിട്ട് എടുത്താൽ മതി. അതിനകത്ത് ഒരുപാട് ആൾക്കാർ ഇടിയിറച്ചി ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ അടിമാലി ഭാഗത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ വഴി സൈഡിൽ തന്നെ പല കടകളിൽ ഇത് വിൽക്കാൻ പറ്റും. നാല് പ്രാവശ്യം പോയാൽ നമ്മൾ ഈ ഹൈറേഞ്ച് ഉപ്പാറ ഈ മേഖലയിലെങ്ങും ഇങ്ങനത്തെ ഒരു പ്രസ്ഥാനമില്ല. ഇടിയിറച്ചിയുടെ പരിപാടിയില്ല. പിന്നെ അവിടെ അടിമാലി ആ സൈഡിലൊക്കെ ഉണ്ട്. അത് ഈ ടൂറിസ്റ്റുകൾ വരുന്നവർ മേടിച്ചോളും. അപ്പോൾ അവരെ ഉദ്ദേശിച്ച് ഇങ്ങനെ ഇടിയിറച്ചി ഉണക്കിറച്ചി ഉണ്ടാക്കി വിൽക്കുന്ന സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളിപ്പോ കൂടുതൽ സെയിൽ ചെയ്തേക്കുന്ന ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാ കേട്ടോ. കൂടുതൽ ആൾക്കാർ മേടിച്ചേക്കുന്നത് ബാംഗ്ലൂരൊക്കെ പോയേക്കുന്നത്. ഇനിയിപ്പോ നമ്മുടെ UK നേരിട്ട് പോകുന്നു. അതെ. പിന്നെ എല്ലാവരും നമ്മളോട് ചോദിക്കുന്നുണ്ട് 1/4 കിലോ വീതമൊക്കെ അയക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സാധനങ്ങളെ 1 കിലോ അയക്കത്തുള്ളൂ, അത് 2 കിലോ അയക്കത്തുള്ളൂ, 1/4 കിലോ വീതമൊക്കെ അയക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ 1/4 കിലോ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ. എല്ലാ സാധനവും നമ്മൾ 1/4 കിലോ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട്. ചിലവർ 200-ഉം 100-ഉം ഒക്കെ ചോദിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം കൊടുക്കുന്നുണ്ട് എല്ലാ സാധനങ്ങളും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടികൾ. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് തയ്യാർ ചെയ്യണം. പിന്നെ പിള്ളേർ രാവിലെ വരുമ്പോഴത്തേക്ക് അതിൻ്റെതായ കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്യാറുണ്ട്. അപ്പം നല്ല ഒരു ദിവസമായിരുന്നു അല്ലേ? അപ്പൊ ഇതിന്റെ പിന്നെ നമ്പർ നമ്മൾ വാട്സപ്പിൽ ഇട്ടേക്കാം. അല്ല, നമ്മുടെ യൂട്യൂബിൽ ഇട്ടേക്കാം. വേണ്ടൊരു വാട്സപ്പ് ചെയ്താൽ മതി. വാട്സപ്പ് ചെയ്യാൻ അറിയത്തില്ലാത്തവര് കോൾ വിളിച്ചാൽ മതി കേട്ടോ. നമ്മൾ എടുക്കുന്നതാണ്. മോളമ്മ അറ്റൻഡ് ചെയ്തോളൂ. അപ്പം ഇതൊക്കെയാണ്. അങ്ങനെ വിളിച്ചൊത്തിരി പേര് മോളമ്മയ്ക്ക് ഓർഡർ കൊടുത്തായിരുന്നു കേട്ടോ. അതെ. ഒത്തിരി അമ്മച്ചിമാർ വിളിച്ചിട്ട് മക്കളൊക്കെ ജോലി സ്ഥലത്താ, എനിക്ക് ഇന്ന സാധനം വേണമായിരുന്നു, എനിക്ക് വാട്സപ്പ് ഒന്നും അറിയത്തില്ല, അതുകൊണ്ട് അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാന്നൊക്കെ ചോദിച്ചായിരുന്നു. അന്നേരം നമ്മൾ നേരിട്ട് സംസാരിച്ച് ഓർഡർ എടുക്കുന്നുണ്ട് കേട്ടോ. പിള്ളേരൊക്കെ വരുന്നത് കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നാളെ അടിപൊളി ഒരു വീഡിയോ ഞങ്ങൾ എടുക്കുന്നുണ്ട്. കഴിയുമെങ്കിൽ അവരുടെ സമയമുണ്ടെങ്കിൽ വെളിയിലേക്കൊക്കെ പോയി, വെളിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 1-2 സ്ഥലം ഞങ്ങൾ മനസ്സിൽ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അവർ വന്നു കഴിഞ്ഞ സാഹചര്യം പോലെ വെളിയിലേക്കൊക്കെ പോയി നാളത്തെ ദിവസം അടിപൊളി ആഘോഷമാക്കണം. ഞങ്ങൾ വേറെ എങ്ങും പോകുകയില്ല. കാരണം അവർ 2 പേര് വരുന്നെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതുപോലെ ആഘോഷമാണ്. ഒരു പെരുന്നാൾ പോലെയാണ്. വന്നു പിന്നെ പോകുമ്പോൾ ഒരു സങ്കടവും ഉള്ളത് പറഞ്ഞു. നമ്മുടെ മക്കൾ വന്നിട്ട് പോകുന്നത് തന്നെയാണ്. അപ്പം നാളത്തെ ദിവസം അടിപൊളിയാക്കി വേറൊരു വീഡിയോ വരുന്നുണ്ട്. ഇന്നത്തെ കൊച്ചു വിശേഷങ്ങളും നമ്മളെ കൊച്ചു കാര്യങ്ങളും ഒക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം നല്ല സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ, കുറേ കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താനും ഒക്കെ. ഇതിനകത്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളു ഇത്. പിന്നെ കുറച്ച് ആൾക്കാർ നമ്മളോട് കമൻറ്റിലൂടെ അത് എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഇത്രയും വിശാലമായിട്ടൊക്കെ പറഞ്ഞത്. കാരണം ഇനിയാണെങ്കിലും അങ്ങനെ സംശയം വന്നു കഴിഞ്ഞാൽ, കമൻറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മളത് പറഞ്ഞു തരും. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം അത്യാവശ്യമുള്ളവർ ഈ വക സാധനങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അത്യാവശ്യമുള്ളവർ വിളിക്കുകയോ കമൻറ്റ് ഇടുകയോ ചെയ്യണം. പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്തുള്ള ബെൽ ബട്ടൺ അടിച്ചു കൊടുക്കണം. അപ്പോൾ ശരി.